ഹായ് എവരിവൺ, വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ചെറിയൊരു കഥ പറയാനാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ. അപ്പൊ എന്താണ് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്ന് ഞാൻ ആ ഒരു ഹിസ്റ്ററി ത്രൂ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്നാണ് നമുക്കപ്പോ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് എങ്ങനെ പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റോറി ഇനി എല്ലാവരും ഓർത്ത് വെക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ആർക്കിമിഡിസ് പറഞ്ഞ സയന്റിസ്റ്റിനെ കേട്ടിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് അയാളെ പറ്റി കേട്ടിട്ടില്ലെങ്കിലും മൂപ്പര് പറഞ്ഞ ആ ഒരു യുറേക്ക എന്ന് പറഞ്ഞൊരു വേർഡ് കേട്ടിട്ടുണ്ടാവും അല്ലെ, യുറേക്ക അല്ലെ, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഷുവർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കുഞ്ഞു സ്റ്റോറിയാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. ആ സ്റ്റോറിയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രിൻസിപ്പിൾ പഠിക്കാം. അപ്പൊ ഇത് നിങ്ങൾ NAIOS ഫിസിക്സിന്റെ ചാപ്റ്ററിലുള്ള, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ ആർക്കിമിഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള ഒരു രാജാവിന്റെ സഭയിലുള്ള ഒരു വലിയൊരു സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫിലോസഫർ എന്നൊക്കെ പറയാം നമുക്ക് അന്നത്തെ കാലത്ത്. അപ്പൊ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ബുദ്ധിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഉള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ആർക്കിമിഡിസ്. പല കാര്യങ്ങളും ആ സമയത്ത് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കിങ്ങിന് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ദൂരത്ത് നിന്ന് ഏതോ ഒരാൾ വന്നിട്ട് കിങ്ങിന് ഒരു ക്രൗണ് കൊടുക്കുകയാണ്, ഒരു കിരീടം. ഓക്കെ, എന്നിട്ട് പറഞ്ഞു ഇത് മൊത്തം ഗോൾഡ് ആണ്, അഥവാ സ്വർണം. ഇത് കംപ്ലീറ്റ് ഇതിന്റെ കണ്ടന്റ് എന്താണ്, ഗോൾഡ് ആണ്. അപ്പൊ രാജാവിനൊരു സംശയം, ഇത് ശരിക്കും ഗോൾഡ് തന്നെ ആണോ, അത് ഇയാൾ എന്നെ പറ്റിക്കുകയാണോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംശയം വന്നു. പക്ഷെ ഇങ്ങനെ ഡയറക്റ്റ് ഒരാളെ ഗിഫ്റ്റ് വരുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഇതിന് ആർക്കിമിഡിസിനെ വിളിച്ചിട്ട് പറഞ്ഞു. ആർക്കിമിഡിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ള ഒരാളാണ്. അപ്പം രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ, ഇതിൽ കണ്ടന്റ് ഗോൾഡ് അല്ലാതെ ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇതിൽ മായം ചേർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള എന്തെങ്കിലും മെറ്റൽസ് ചേർത്തിട്ടുണ്ടോ, കംപ്ലീറ്റ് സ്വർണം മാത്രമാണോ എന്ന് എനിക്കൊന്ന് കൺഫർമേഷൻ കിട്ടണം എന്ന് ആര് പറയാണ്, കിങ് പറയാണ്. അപ്പൊ ആർക്കിമിഡിസ് ആകെ കുടുങ്ങി, എന്താ ചെയ്യാന്ന്. ഇപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടോ, ഈ ഒരാൾ എന്ത് ചെയ്യാണ്, കിങ്ങിന് ഗിഫ്റ്റ് ചെയ്യാണ്. അപ്പം ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ആകെ കൺഫ്യൂഷൻ വരികയാണ് കിങ്ങിന്, ഇത് അങ്ങനെ തന്നെ ആണോ എന്നുള്ളത്. അങ്ങനെ ആർക്കിമിഡിസിനെ വിളിക്കും. ആർക്കിമിഡിസ് ആകെ കുടുങ്ങി, എന്താ ഇപ്പൊ ചെയ്യാ. അങ്ങനെ ആർക്കിമിഡിസ് എന്താ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ട് അദ്ദേഹം കുളിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ബാത്ത് നിറച്ചും വെള്ളമുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഈ കുറെ ആലോചനകളിൽ മുഴുകിയിട്ട് അതിൽ കയറി ഇരിക്കുക. ഓക്കെ, കയറി ഇരുന്ന പാടന്നെ കുറച്ച് വെള്ളം പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിച്ചു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, നിറഞ്ഞു കിടക്കുന്ന ബക്കറ്റിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു നിറഞ്ഞു കിടക്കുന്ന ഒരു ടബിലേക്ക് നമ്മൾ കയറി ഇരിക്കുകയാണെങ്കിൽ, ടബൊന്നും വേണ്ട, നമുക്കൊരു ഗ്ലാസ് എടുക്കാം, നിറഞ്ഞു കിടക്കുന്ന ഗ്ലാസ്സിലേക്ക് നമ്മളൊരു നാരങ്ങ എടുത്തിടുക എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ, കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും. അതേപോലെ ഈ ബാത്ടബിൽ ഇതേപോലെ ഇങ്ങനെ ആർക്കിമിഡിസ് കയറി ഇരിക്കുകയാണ്. ആ കയറി ഇരുന്നപ്പോ തന്നെ കുറച്ച് വെള്ളം പുറത്തേക്ക് പോയി. അപ്പൊ തന്നെ അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടി. എന്താണ് ഐഡിയ എന്നൊന്നും അദ്ദേഹം പറയുന്നൊന്നുമില്ല. അദ്ദേഹം ഇറങ്ങി ഓടുകയാണ് ബാത്ടബിൽ. ഓക്കെ, ഇറങ്ങി ഓടി ആ ഒരു കിങ്ങിന്റെ അടുത്തേക്ക്, രാജാവിന്റെ അടുത്തേക്ക് പോയിട്ട് പറയാണ്. ആ ഇറങ്ങി ഓടുന്ന സമയത്ത് അദ്ദേഹം യുറേക്ക എന്ന് വിളിച്ചു പറഞ്ഞു എന്നാ പറയുന്നത്. ഡ്രസ്സ് പോലും ഇടുന്നത് അദ്ദേഹത്തിന് ആ ഒരു തലയിൽ ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് പോലും ഇടാതെ നേക്കഡ് ആയിട്ട് ഇറങ്ങി ഓടുകയാണ്. യുറേക്ക മീൻസ് കിട്ടി എന്നുള്ള ആ ഒരു ആൻസർ അതിന് കിട്ടി. അദ്ദേഹം തേടി നടന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി എന്നുള്ളതിൽ അദ്ദേഹം രാജാവിന്റെ അടുത്തേക്ക് പോയിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും, ഈ ഒരു ക്രൗൺ അഥവാ ഈ ഒരു കിരീടത്തിന്റെ അകത്ത് ഗോൾഡ് മാത്രമല്ല സിൽവറും കൂടെ ഉണ്ട്, ആ ഒരു വന്ന കച്ചവടക്കാരൻ രാജാവിനെ പറ്റിച്ചതാണ് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യാണ്. അപ്പൊ എങ്ങനായിരിക്കും തെളിയിച്ചത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനിയാണ് നമ്മളെ പ്രിൻസിപ്പിൾ എന്താന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ആർക്കിമിഡിസ് ആ ഒരു ബാത്ടബിൽ കയറി ഇരുന്നപ്പോ കുറച്ച് വെള്ളം പുറത്തേക്ക് പോയല്ലോ. ആ പുറത്ത് പോയ വെള്ളത്തിന്റെ വെയിറ്റും ആർക്കിമിഡിസിന്റെ വെയിറ്റും സെയിം ആയിരിക്കും. ഓക്കെ, ആർക്കിമിഡിസ് അത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഒന്നും കൂടെ ജനറലൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിറഞ്ഞു കിടക്കുന്ന ഒരു ബക്കറ്റിലേക്ക് നമ്മളൊരു വെയിറ്റ് എടുത്തിടുകയാണെങ്കിൽ, ഞാനൊരു 10 കിലോ വെയിറ്റ് എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ, ആ ബക്കറ്റിൽ നിന്ന് പുറത്തു പോയ വെള്ളം, ആ വെള്ളത്തിന്റെ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 10 കിലോ ആയിരിക്കും. ഓക്കെ, 10 കിലോ ആയിരിക്കും ആ വെയിറ്റിന്റെ വെള്ളം. അത് എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബോയന്റ് ഫോഴ്സ് അഥവാ ബോയൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ബോയൻസി ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തിടണം നിങ്ങൾ. ഇതിൽ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബോയൻസി അഥവാ ബോയന്റ് ഫോഴ്സ്. ബോയന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു വെള്ളത്തിൽ സബ്മേർജ് ആവുന്ന സമയത്ത് അഥവാ മുങ്ങിക്കിടക്കുന്ന സമയത്ത് താഴെന്ന് മുകളിലോട്ട് ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, താഴെന്ന് മുകളിലോട്ടേക്ക് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ
വെള്ളത്തിന്റെ ഒരു അപ്വേർഡ് ഫോഴ്സ് വരുന്നുണ്ട്. ആ ഫോഴ്സിനാണ് നമ്മൾ ബോയൻസി എന്ന് പറയുന്നത്. ഈ ബോയൻസി കാരണമാണ് എന്താണോ ആ സബ്മേർജ് ചെയ്ത് അഥവാ ആ ഒരു മുങ്ങിക്കിടന്ന ഒബ്ജക്റ്റ് അതിന്റെ വെയിറ്റിനനുസരിച്ച് വെള്ളം പുറത്തേക്ക് പോകും. ആർക്കിമിഡിസ് ആ ബാത്ടബിൽ കയറി ഇരുന്ന പാടന്നെ ആർക്കിമിഡിസിന്റെ വെയിറ്റ് എത്രയാണോ അത്രയും വെള്ളം പുറത്തേക്ക് പോയി. അപ്പൊ ആർക്കിമിഡിസിന് മനസ്സിലായി ഈ കിരീടം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ കിരീടത്തിന്റെ അത്ര തന്നെ വെയിറ്റ് ഉള്ള ഗോൾഡ്, ഈ ഒരു പിക്ചർ കണ്ടോ, ഈ കിരീടത്തിന് അത്ര തന്നെ വെയിറ്റ് ഉള്ള ഗോൾഡ് അദ്ദേഹം എന്ത് ചെയ്യാണ്, എടുത്തു വരാൻ പറയുകയാണ്. കിരീടം 2 കിലോ ഉണ്ട് എന്ന് വിചാരിക്കുക, 2 കിലോ ഗോൾഡ് എടുത്തു വരികയാണ്. എന്നിട്ട് അതേപോലെ 2 ബക്കറ്റിലും വെള്ളം എടുക്കുകയാണ്. എന്നിട്ട് 2 ബക്കറ്റിലും ഒരേപോലെ എന്ത് ചെയ്യുന്നു, വെള്ളം ഇടുന്നു. ആ പുറത്തേക്ക് പോയ വെള്ളത്തിന് അളവ് എത്രയെന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു അളവ് ചെക്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി നമ്മൾ ഒറിജിനൽ ഗോൾഡിന് 2 കിലോ അല്ലെങ്കിൽ എത്ര കിലോ ആയിക്കോട്ടെ, അതിനൊന്നും കറക്റ്റ് മെഷർ ഇല്ല, എത്രയാണോ ഒറിജിനൽ ഗോൾഡിന്റെ വെയിറ്റ് അത്ര വെയിറ്റ് അല്ല നമ്മുടെ ആ ഒരു കിരീടത്തിന്റെ വെയിറ്റ്. ഓക്കെ, അത് ഡിഫറെന്റ് ആയിരുന്നു. ഈ കിരീടം മൊത്തം സ്വർണം വെച്ചാണ് അദ്ദേഹം ആ കച്ചവടക്കാരൻ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റും മറ്റേ വാട്ടറിന്റെ വെയിറ്റും എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. അപ്പൊ തന്നെ ആർക്കിമിഡിസിന് കാര്യം മനസ്സിലായി, ഒബ്വിയസ്ലി ഇതിൽ മായം ചേർത്തിട്ടുണ്ട്, അങ്ങനെ അതിൽ ഗോൾഡ് മാത്രമല്ല സിൽവറും കൂടെ ചേർത്തിട്ടുണ്ട് എന്നുള്ള കള്ളത്തരം പിടിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ഉറവെടുക്കുന്നത്. ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളൊരു വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ഒബ്ജക്റ്റ് സബ്മേർജ് ചെയ്യുകയാണെങ്കിൽ അഥവാ ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ, അതായത് അത് മുങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് ആ ഒരു ബക്കറ്റിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടർ, ആ വാട്ടറിന്റെ വെയിറ്റും നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ വെയിറ്റും സെയിം ആയിരിക്കും. ഇതിന് റീസൺ എന്താണ്, ബോയൻസി അഥവാ ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഇതിന് റീസൺ. ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മുകളിലേക്ക് കൊടുക്കുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ്. മുകളിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനാണ് നമ്മൾ ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ, ഈസി ആയിട്ട് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്താന്ന് പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റോറിയും ഞാൻ ഈ പറഞ്ഞ പിക്ചേഴ്സ് ഒക്കെ നിങ്ങളെ മൈൻഡിൽ വെക്കുക. ആർക്കിമിഡിസ് പ്രിൻസിപ്പിളിനെ പറ്റി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇനി ആരും തെറ്റിക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഫോളോ ഫോർ മോർ കണ്ടന്റ്സ്.